മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27. അതിരാവിലെ മഹാപുരോഹിതന്മാരും പ്രമാണികളും ചേർന്ന് യേശുവിനെ വധിക്കാൻ കൂടിയാലോചിച്ചു. അങ്ങനെ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി ഗവർണറായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. യേശുവിന് ശിക്ഷ വിധിച്ചു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് പശ്ചാത്താപമുണ്ടായി. ആ 30 വെള്ളി നാണയങ്ങൾ മുഖ്യ പുരോഹിതന്മാരുടെയും പ്രമാണികളുടെയും അടുത്ത് മടക്കി കൊണ്ടുവന്നു. ഞാൻ നിഷ്കളങ്കമായ രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഞങ്ങളെന്ത് വേണം? അത് നിന്റെ കാര്യം എന്നവർ പറഞ്ഞു. അപ്പോൾ യൂദ ആ വെള്ളി നാണയങ്ങൾ ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. പുരോഹിതൻ മുഖ്യന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്ത് ഇത് രക്തബലിയായതിനാൽ ദൈവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊണ്ട് പരദേശികളെ സംസ്കരിക്കാൻ കുശവന്റെ വയൽ വാങ്ങി. അതുകൊണ്ട് ആ നിലം ഇന്നും രക്തനിലം എന്നറിയപ്പെടുന്നു. ഇസ്രായേൽ മക്കൾ വിലയിട്ടവന്റെ വിലയായ 30 വെള്ളി നാണയം അവർ എടുത്തു. കർത്താവ് എന്നോട് നിർദ്ദേശിച്ചതുപോലെ കുശവന്റെ നിലം വാങ്ങാൻ അവർ കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് ഇങ്ങനെ നിറവേറി. യേശുവിനെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. താങ്കൾ യഹൂദന്മാർ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചു. താങ്കൾ പറയുന്നത് പോലെ എന്ന് യേശു മറുപടി പറഞ്ഞു. പുരോഹിത മുഖ്യന്മാരും പ്രമാണികളും യേശുവിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടിരുന്നു. യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് യേശുവിനോട്, ഇവർ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്ന ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ യേശു ഒരു വാക്കിന് പോലും മറുപടി പറഞ്ഞില്ല. അത് പീലാത്തോസിനെ ഏറെ അത്ഭുതപ്പെടുത്തി. പെരുന്നാളിൽ ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അക്കാലത്ത് ബറബ്ബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. ജനം കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബ്ബാസിനെയോ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ ആരെയാണ് ഞാൻ നിങ്ങൾക്ക് മോചിപ്പിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചു. അസൂയ നിമിത്തമാണ് അവർ യേശുവിനെ തന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അദ്ദേഹം നിമിത്തം കഴിഞ്ഞ രാത്രി സ്വപ്നത്തിൽ ഞാൻ ഏറെ ബുദ്ധിമുട്ടി എന്ന് പറയിച്ചു. എന്നാൽ ബറബ്ബാസിനെ ആവശ്യപ്പെടാനും യേശുവിനെ വധിക്കാനായി അപേക്ഷിക്കാനും മുഖ്യ പുരോഹിതന്മാരും പ്രമാണികളും ജനത്തെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഗവർണർ അവരോട്, ഈ 2 പേരിൽ ആരെ മോചിപ്പിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ബറബ്ബാസിനെ എന്ന് അവർ മറുപടി പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യേശുവിനെ ക്രൂശിക്കണമെന്ന് അവർ എല്ലാവരും ചേർന്ന് വിളിച്ചു പറഞ്ഞു. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് പീലാത്തോസ് ചോദിച്ചു. അയാളെ ക്രൂശിക്കണം എന്നവർ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും മറിച്ച് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നുവെന്നും മനസ്സിലാക്കി പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ തന്റെ കൈ കഴുകിയിട്ട്, ഇത് നീതിമാന്റെ രക്തത്തിൽ ഞാൻ നിരപരാധിയാണ്, നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നും ജനമൊക്കെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ബറബ്ബാസിനെ അവർക്ക് മോചിപ്പിച്ചു നൽകി. യേശുവിനെ ചാട്ട കൊണ്ട് അടിപ്പിച്ച ശേഷം ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. അനന്തരം ഗവർണറുടെ പട്ടാളക്കാർ യേശുവിനെ പ്രയത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. റോമൻ പട്ടാളക്കാരുടെ ഒരു ബറ്റാലിയൻ യേശുവിന്റെ ചുറ്റും കൂടിയിരുന്നു. അവർ യേശുവിന്റെ വസ്ത്രം അഴിച്ചു മാറ്റി ഒരു ചുവന്ന മേൽക്കുപ്പായം അണിയിച്ചു. മുള്ളുകൾ പിണച്ച് ഒരു കിരീടമുണ്ടാക്കി യേശുവിന്റെ തലയിൽ വെച്ചു. വലതു കൈയിൽ ഒരു വടിയും കൊടുത്തു. യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, അഭിവാദനങ്ങൾ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവർ യേശുവിന്റെ മേൽ തുപ്പി വടികൊണ്ട് യേശുവിന്റെ തലയിൽ അടിച്ചു. പരിഹസിച്ച ശേഷം അവർ ചുവന്ന മേൽക്കുപ്പായം നീക്കി യേശുവിനെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ കുറേനക്കാരനായ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. തലയോടിന്റെ സ്ഥലം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ യേശുവിന് കയ്പ് ചേർത്ത വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയപ്പോൾ യേശു കുടിക്കാൻ വിസമ്മതിച്ചു. യേശുവിനെ ക്രൂശിച്ച ശേഷം പട്ടാളക്കാർ നറുക്കിട്ട് തന്റെ വസ്ത്രം തങ്ങൾക്കായി പങ്കിട്ടെടുത്തു. പിന്നീട് അവർ അവിടെ യേശുവിനെ കാവലിരുന്നു. ഇത് യഹൂദന്മാർ രാജാവായ യേശു എന്ന കുറ്റപത്രം യേശുവിന്റെ തലയ്ക്ക് മുകളിൽ എഴുതി വച്ചിരുന്നു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും യേശുവിനോടൊപ്പം ആ സമയത്ത് ക്രൂശിച്ചിരുന്നു. ആ വഴി പോകുന്നവർ തലയാട്ടിക്കൊണ്ട് യേശുവിനെ ദുഷിച്ച് സംസാരിച്ചു. ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാൻ പോകുന്നവനെ സ്വയം രക്ഷിക്കുക. ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മുഖ്യ പുരോഹിതന്മാരും വേദശാസ്ത്രികളോടും പ്രമാണികളോടും ചേർന്ന് പരിഹസിച്ചു. ഇയാൾ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല.
ഇയാൾ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഞങ്ങൾ ഇയാളിൽ വിശ്വസിക്കും. അയാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന് അയാളിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രനെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും യേശുവിനെ അതേ രീതിയിൽ പരിഹസിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഏകദേശം 3 മണിക്ക് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉച്ചത്തിൽ വിളിച്ചു. എൻ്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അയാൾ ഏലിയാവിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരാൾ ഓടി ഒരു നീർപ്പഞ്ഞി എടുത്ത് അതിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈറ്റത്തണ്ടിന്മേൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു. എന്നാൽ ശേഷമുള്ളവർ, ഏലിയാവ് അയാളെ രക്ഷിക്കാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അനന്തരം യേശു ഉച്ചത്തിൽ വിളിച്ച് തൻ്റെ ആത്മാവിനെ വെടിഞ്ഞു. അപ്പോൾ ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്നും താഴെ വരെ രണ്ടായി കീറിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്രയിലായിരുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളിൽ നിന്നും പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് അനേകർക്ക് പ്രത്യക്ഷയായി. ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ടിട്ട് ശതാധിപനും അദ്ദേഹത്തോടൊപ്പം യേശുവിന് കാവൽ നിന്നവരും ഭയപ്പെട്ടു. സത്യമായും അദ്ദേഹം ദൈവപുത്രൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ഗലീല മുതൽ യേശുവിനെ ശുശ്രൂഷിച്ച് അനുഗമിച്ചു വന്ന അനേകം സ്ത്രീകൾ ദൂരത്തുനിന്ന് ഇതെല്ലാം വീക്ഷിച്ച് നിന്നിരുന്നു. അവരിൽ മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ അരിമധ്യയിലെ യോസഫ് എന്നു പേരുള്ള ധനികൻ അവിടെയെത്തി. അദ്ദേഹവും യേശുവിന്റെ ശിഷ്യനായിരുന്നു. ആ മനുഷ്യൻ പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പീലാത്തോസ് അത് അയാൾക്ക് വിട്ടുകൊടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് യേശുവിന്റെ ശരീരമെടുത്ത് വൃത്തിയുള്ള ഒരു ലിനൻ ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. എന്നിട്ട് കല്ലറയുടെ വാതിൽക്കൽ വലിയൊരു കല്ലുരുട്ടി വെച്ച് അദ്ദേഹം പോയി. കല്ലറയുടെ എതിർവശത്ത് മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുക്കനാളിന്റെ പിറ്റേന്ന് മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുത്ത് വന്ന്, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് 3-ാം ദിവസം വരെ കല്ലറയ്ക്കൽ കാവൽ ഏർപ്പെടുത്താൻ ഉത്തരവിടുക. അല്ലെങ്കിൽ അയാളുടെ ശിഷ്യർ ചെന്ന് മൃതദേഹം മോഷ്ടിച്ച് അദ്ദേഹം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയും. ഒടുവിലത്തെ ഈ വഞ്ചന ആദ്യത്തേതിനേക്കാൾ വിഷമകരമായിരിക്കും എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾക്ക് കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളാലാവും വിധം കല്ലറ സുരക്ഷിതമാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി കല്ലറ സുരക്ഷിതമാക്കുകയും കല്ലിൽ മുദ്ര വച്ച് കാവൽക്കാരെ നിർത്തുകയും ചെയ്തു.